CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങളെന്ന നിലയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് DC ബുക്സ് മുൻ മാനേജറെന്ന് പോലീസ്. സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഷനിലായ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാറാണ് ചില മാധ്യമങ്ങൾക്കായി അവാസ്തവ കഥകൾ പങ്കുവച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് EP ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ് DGP കൈമാറി. ജയരാജന്റെ ആത്മഹത്യാ വിവാദത്തിൽ കോട്ടയം SP പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ആത്മഹത്യ പ്രസിദ്ധീകരിക്കുന്നതിൽ DC ബുക്സും EP തമ്മിൽ ധാരണാപത്രം ഇല്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ആത്മകഥയിലെ ഉള്ളടക്കങ്ങൾ എന്ന പേരിൽ ചില ഭാഗങ്ങൾ ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം ആത്മഹത്യയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ചില ഭാഗങ്ങൾ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് EP DGPക്ക് നേരത്തെ പരാതി സമർപ്പിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം SP അന്വേഷിക്കാൻ DGP ചുമതലപ്പെടുത്തി. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ടും SP സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് DGP മടക്കി അയക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം SP സമർപ്പിച്ച രണ്ടാം ഘട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ആത്മഹത്യാ വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണെന്ന് EP ജയരാജൻ ആവർത്തിച്ചിരുന്നു. സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നത്. ആത്മഹത്യയുടെ ചില ഭാഗങ്ങൾ എങ്ങനെയാണ് ചോർന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുണ്ടെന്നും EP പറഞ്ഞു. തികച്ചും ആസൂത്രിതമാണ് ആത്മഹത്യ എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് മറ്റുള്ളവർ വാർത്ത കൊടുത്തു. എന്നാൽ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്തടിസ്ഥാനത്തിലാണ് ഈ വാർത്ത കൊടുത്തത്? ഒരു വസ്തുതയുമില്ലാത്ത വാർത്ത സംസ്ഥാനത്തെ എല്ലാ മാധ്യമത്തിലും പ്രചരിപ്പിച്ചു. അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ EP ജയരാജനുമായി കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് DC ബുക്സ് ഉടമ DC രവി പോലീസിന് നൽകിയ മൊഴി. ഇതിന് പിന്നാലെയായിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ DC ബുക്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന് DC തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിശദീകരണം നൽകിയിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുമ്പോഴെങ്കിലും അതിലൊരു മാന്യത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെന്ന് എങ്ങനെ ഇടയ്ക്കിടെ തെളിയിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചു പോകുന്നത്.